കേരളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാള് യമനിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളോട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വാഗ്ദാനം ചെയ്യുന്ന തുകയേക്കാൾ ഉയർന്ന ദിയാദനം ഞങ്ങൾ നൽകാം. കാന്തപുരത്തിന്റെ കാന്തപുരത്തിന്റെ പേര് ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി തരുമോ എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. കാന്തപുരം ഒരു നിസ്സാരക്കാരനല്ല. കാന്തപുരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് വിമർശിച്ചു. പക്ഷേ അദ്ദേഹം ഒരുപാട് കുഞ്ഞുങ്ങളെ ദത്തെടുത്ത ഒരാളാണ്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. നിമിഷാപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതും അതങ്ങനെ സാധ്യമായതൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. പക്ഷേ ഇന്നലെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല, അങ്ങനെ ഒരു കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. കാന്തപുരത്തിന്റെ വിരോധികൾ ഇത് വലിയ ആഘോഷാക്കം ചെയ്തു. ഇതിന് പുറമെ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ പറയുന്നത് ഇങ്ങനെ കാന്തപുരം ഞങ്ങളുമായിട്ട്, അതായത് ഷെയ്ഖ് അബൂബക്കർ ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഷെയ്ഖ് അബൂബക്കറിന്റെ പ്രതിനിധി അവിടുത്തെ സൂഫി ഗുരു ഞങ്ങളുടെ ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടില്ല, കേരളത്തിലെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന വാർത്തകളൊക്കെ പച്ചക്കള്ളങ്ങളാണ് എന്നുള്ളത് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനും പറയുന്നു. അതിനും പോരാത്തത് നിമിഷാപ്രിയയുടെ ഒരു അഡ്വക്കേറ്റ് ദീപ ജോസഫ്, അവർ ഒരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ ബ്രദറിൻ്റെയാണ്. അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇതുമായി ബന്ധപ്പെട്ട് ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ചർച്ചയിലും കാന്തപുരമില്ല, കാന്തപുരത്തിന്റെ സൂഫി ഗുരു ഇല്ല, പിന്നെ എന്തിനാണ് ഈ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇന്നലെയൊക്കെ പുറത്തുവിട്ട കാര്യങ്ങൾ. അവർ പറയുന്നതാണ് കള്ളം, കാന്തപുരം ഉസ്താദ് പറയുന്നതാണോ, ആ സൂഫി ഗുരു പറയുന്നതാണോ കള്ളം, അതോ നിമിഷാപ്രിയയുടെ അഡ്വക്കേറ്റായ സാമുവലും ദീപ ജോസഫും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നതാണോ കള്ളം? എന്തായാലും ഒരാൾ പറയുന്നത് കള്ളമായിരിക്കുമല്ലോ. ഇതിന് പുറമെ തലാലിനെ കൊന്നത് നിമിഷാപ്രിയല്ല, നിമിഷാപ്രിയയുടെ സുഹൃത്തായ കൂടെ രണ്ടാം പ്രതിയായ ഹനാൻ എന്ന് പേരുള്ള യമൻ പൗരയാണെന്ന് പറഞ്ഞിട്ട് ഒരു നഴ്സും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് നിമിഷാപ്രിയയുടെ ഉറ്റ സുഹൃത്താണ്, ഇറ്റലിയിലെ റോമിൽ ഇപ്പോൾ കിടപ്പുരോഗികളൊക്കെ പരിചരിക്കുന്ന ഒരു നഴ്സാണ്. ആ നഴ്സ് പറയുന്നത് എന്നോട് നിമിഷാപ്രിയ സംസാരിച്ചിട്ടുണ്ട്, ആ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നിമിഷാപ്രിയല്ല ഈ കൃത്യം ചെയ്തത്, മറിച്ച് ആരാണ് ചെയ്തത്, ഈ ഹനാൻ എന്നുള്ള നഴ്സാണെന്നുള്ളത്. ഏതായാലും അവരാ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേൾക്കൂ. പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിമിഷപ്രിയ പറഞ്ഞത് അന്നുണ്ടായ സംഭവത്തില് ഒരു ഹനാൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. എന്നും ഈ നമ്മുടെ തലാല് എന്നു പറഞ്ഞാൽ ഉദ്ദേശിച്ചത് നമ്മുടെ ട്രീറ്റ്മെന്റിനായിട്ട് ആവശ്യം വരുമ്പോൾ നിമിഷപ്രിയയുടെ അടുത്ത് ഇഞ്ചക്ഷൻ വേണ്ടി ചെല്ലുമായിരുന്നു. അപ്പോൾ ഈ നിമിഷപ്രിയ നമ്മുടെ വാച്ച്മാനോട് ഷെയർ ചെയ്തു ഇവരുടെ ടോർച്ചറിങ് അത്രമാത്രം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ബോധം കെടുത്തിയിട്ട് എനിക്ക് തന്നാൽ മതി, എങ്ങനെയെങ്കിലും ബോധം കെടുത്തി തന്നു കഴിഞ്ഞാൽ ഞാനത് വേണ്ടതുപോലെ ചെയ്തോളാം എന്ന്, ചാക്കിൽ കൊണ്ടുപോയി ഇട്ടോളാം എവിടെയെങ്കിലും എന്നുള്ളൊരു ഇതിലാണ് ആൾ സംസാരിച്ചെന്നാണ് അന്ന് പറഞ്ഞത്. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാണ്, തലാല് അവിടെ വന്നപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ആള് ആകെ ഒന്നും ഏൽക്കുന്നില്ല. ഈ ഫസ്റ്റത്തെ ഇഞ്ചക്ഷനിൽ തലാലിന് ഒന്നും സംഭവിക്കുന്നില്ല. നെക്സ്റ്റ് ഇഞ്ചക്ഷൻ അപ്പൊ വീണ്ടും ഒരെണ്ണം കൂടി കൊടുത്തപ്പോൾ തലാല് വളരെ മരണവെപ്രാളം കൊണ്ട് ഇതായി, ഭയങ്കര ആക്ഷനൊക്കെ ആയി. അപ്പൊ ഇവൾക്ക് ആകെ ഭയം ജനിച്ചു. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം. ആൾക്ക് ഭയം ജനിച്ചപ്പോൾ ആൾക്ക് നിമിഷപ്രിയക്ക് ആൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അൽപ്രാക്സ് ഒരെണ്ണം കഴിച്ചു. എന്നിട്ടും ഒന്നും തവണ വീണ്ടും അൽപ്രാക്സ് എടുത്ത് കഴിച്ചപ്പോൾ ആള് ഇതായി, മെന്റലി ഡൗൺ ആയി ആള്. അപ്പൊ എന്താണ് സംഭവിക്കണേന്ന് ഒരു മരവിപ്പിലൊന്നും അറിയാനും പറ്റില്ല, എന്നാ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് നമ്മുടെ നിമിഷപ്രിയ ഇരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഹനാനെ വേഗം വിളിച്ചപ്പോൾ ഹനാൻ പറഞ്ഞു, ഇത് ഞാൻ ഇനി നോക്കിക്കോളാം. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ നീ ആ BP ചെക്ക് ചെയ്തിരുന്നു? അപ്പൊ പറഞ്ഞു, ചേച്ചി അതില് ആൾക്ക് BP ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നീ കൊന്നു എന്ന് പറയുന്നത്? BP ഉണ്ടായ ആൾ ഒരിക്കലും നീ കൊല്ലുന്നില്ലല്ലോ. അവിടെയാണ് ഞാൻ ആ പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം BP ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കുട്ടി ചെയ്തിട്ടില്ല. പിന്നെ ഹനാനാണ് പിന്നെ വന്നിട്ട് ഈ സംഭവം ചെയ്യുന്നത്. എന്തൊരു പച്ച കള്ളങ്ങളാ ഇവർ പറയുന്നത്. ഇവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ നിമിഷാപ്രിയ എന്തോ ത്യാഗം ചെയ്തതാണ്. ഇങ്ങനെയൊന്നുമല്ല. ഈ പറഞ്ഞ ഹനാനിന് ഈ ഒരു തലാലിനോട് യാതൊരു വിരോധവും ഇല്ല. വിരോധമുള്ളതും വ്യക്തിവിരോധമുള്ളതും പ്രശ്നങ്ങളുള്ളതും ആർക്കാണ്? ഈ ഒരു നിമിഷാപ്രിയക്കാണ്. അപ്പോൾ നിമിഷാപ്രിയാണ് ഒന്നാം പ്രതി. ഒന്നാം പ്രതിക്ക് അവിടെ കൊടുത്ത ശിക്ഷ വധശിക്ഷയാണ്. ഒരാളെ കൊന്ന് പീസാക്കി ഒരാളെ വെറുതെ വിടുവോ? ഈ രണ്ടാം പ്രതി ഹനാന് ജീവപര്യന്തം തടവ് ശിക്ഷ ഉണ്ട്. ഇപ്പോഴും തടവിൽ തന്നെയാണ് ആര്? ഈ ഹനാന്. എന്നിട്ടാണ് ഇപ്പൊ നിമിഷാപ്രിയെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറ്റലിയിൽ നിന്ന് ഈ യുവതി ഇത്തരത്തിലുള്ള
പച്ചക്കള്ളങ്ങൾ പറയുന്നത്. ഇതൊക്കെ വിശ്വസിച്ചിട്ട് നിമിഷാപ്രിയനെ എന്താ പറയുക, ഒരു കുറ്റം ചെയ്യാത്ത ഒരാളാണ്, തലാലാണ് എല്ലാത്തിലും പ്രതി, അല്ലെങ്കിൽ യമനിലെ നിയമം ശരിയല്ല, കണ്ടില്ല യമൻ ആളെ വിചാരണ പോലും നടത്താതെയാണ് വധശിക്ഷ വിധിച്ചത് എന്നൊക്കെയുള്ള ഇവിടുത്തെ പ്രചരണങ്ങളാണ് യമനിൽ വളരെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടുള്ളത്. യമൻ ആളുകൾ നിമിഷാപ്രിയനെ മോചിപ്പിക്കരുത് എന്ന് പറയാൻ ഇടവരുത്തിയത് ഇതുപോലെയുള്ള കള്ളവാർത്തകളാണ്. എല്ലാ കുറ്റവാളികളും അവരവരുടെ കുറ്റങ്ങളെ നോർമലൈസ് ചെയ്തുകൊണ്ടേ സംസാരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിമിഷാപ്രിയനെ അനുകൂലമാക്കാൻ വേണ്ടി പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ട്. ആ കള്ളത്തരങ്ങളിൽ ഒന്നാണ് കാന്തപുരം ഉസ്താദ് വ്യക്തമായിട്ട് അതിൽ ഇടപെടുന്നു. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് പ്രകാരം അവിടുത്തെ ഹബീബ് ഉമർ എന്ന് പേരുള്ള ഒരു സൂഫി ഗുരു ഇടപെടുന്നു. ഈ സൂഫി ഗുരു ഒക്കെ ഇടപെട്ടത് ഇവിടുത്തെ ചില ആളുകൾക്ക് പിടിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായത് പിടിക്കാത്ത ആളുകൾ, ഒന്ന് സംഘപരിവാർ ആളുകൾക്ക് പിടിച്ചിട്ടില്ല, ഒന്ന് മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം കാന്തപുരം ഉസ്താദിനോട് വ്യക്തമായ അസൂയയും വിരോധമുള്ള ആളുകൾക്ക് പിടിച്ചിട്ടില്ല. അവരാണ് ഇത്തരം വാർത്തകൾ ആഘോഷിക്കുന്നത്. BJPയുടെ നേതാവ് ശ്രീധരൻ പിള്ള, പഴയ ഗോവ ഗവർണർ ശോഭാ സുരേന്ദ്രൻ, ഇവരൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ കേന്ദ്രം പറഞ്ഞാൽ ഉസ്താദിന്റെ ഇടപെടൽ ഇല്ലാതാവില്ലല്ലോ. പിന്നെ ഉസ്താദിന് അങ്ങനെ ക്രെഡിറ്റിന്റെ ആവശ്യമില്ല. ഉസ്താദ് ആരാണെന്നുള്ളത് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. എനിക്ക് ആ വീഡിയോയിൽ സംസാരിക്കുന്ന ആളുകൾ ആരാണെന്ന് അറിയില്ല. പക്ഷെ കാന്തപുരം ഉസ്താദിനെ വ്യക്തമായിട്ട് അറിയാത്ത ആളുകളാണ്. ഇപ്പൊ കാന്തപുരം ഉസ്താദിനെ അറിയുന്ന ആളുകൾ പറയുമ്പോൾ അത് കാന്തപുരം ഉസ്താദിന്റെ ഭക്തനല്ലേ, കാന്തപുരം ഉസ്താദിന്റെ അനുയായിയല്ലേ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ ഈ വീഡിയോയിലെ ആളുകൾ പറയണോക്ക് കാന്തപുരം ഉസ്താദിന് ഇതിനൊരു ക്രെഡിറ്റിന്റെ ആവശ്യമില്ല, ഉസ്താദ് ആരാണെന്ന് അവർ പറയും. കാന്തപുരം ഒരു നിസ്സാരക്കാരനല്ല. കാന്തപുരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരുപാട് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന ഒരാളാണ്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ, കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ദത്തെടുക്കുകയും അവരെ പിന്നെ ഇവിടെ ദർസിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയും അതിന് പറ്റുന്ന അദ്ദേഹത്തിന് നോളജ് സിറ്റി എന്ന് പറയുന്നൊരു സംവിധാനമൊക്കെ ഉണ്ട്. കാരന്തൂർ മർക്കസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനമാണ്. അതിനകത്ത് പിന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ദത്തെടുക്കുക ചെയ്യുന്നത്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പുറത്തേക്ക് ഇറക്കാം. അവർക്കൊക്കെ എന്ന് വെച്ചാൽ അവരെ ഒരു വെല്ലുപ്പാടെ സ്ഥാനത്താണ്, ദൈവത്തിന് തുല്യമായിട്ടാണ് കാന്തപുരത്തെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ കാന്തപുരം BP വിഭാഗത്തിന് ഇത്രയും ഫാൻസ് ഉണ്ട് അവിടെ. ഇയാളെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നല്ലത് ആര് ചെയ്താലും നമ്മൾ അംഗീകരിക്കണം. പക്ഷേ കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ട് ആ വധശിക്ഷ ഒന്ന് നീട്ടിവെച്ചതിൽ അസ്വസ്ഥരായ ആളുകൾ ഈ ക്രെഡിറ്റ് മുഴുവനും കാന്തപുരം ഉസ്താദിന് പോകാതിരിക്കാൻ വേണ്ടി ഇപ്പൊ കാട്ടിക്കൂട്ടുന്ന പച്ചക്കള്ളങ്ങളാണ്. പിന്നെ കേന്ദ്രം പറയുന്നത് ഞങ്ങൾക്കറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഈ കാന്തപുരം ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഒഫീഷ്യലി ആയ ഇടപെടലല്ല. കാന്തപുരം ഉസ്താദ് അവിടുത്തെ കോടതിയുമായിട്ടല്ല സംസാരിക്കുന്നത്, ആ കുടുംബവുമായിട്ടാണ് സംസാരിക്കുന്നത്. ആ കുടുംബവുമായിട്ട് അവർക്ക് മാപ്പ് നൽകാനും ദിയാപ്പണം വാങ്ങണോ വാങ്ങാതിരിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊന്നും സർക്കാരിന്റെ പരിധിയിൽ വരുന്നൊരു കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കേന്ദ്രം ഒഫീഷ്യലായിട്ട് ഇത് അറിയുമെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ കേന്ദ്രത്തിന്റെ പറച്ചിലിന്റെ ന്യായം അങ്ങനെയാണ്. പിന്നെ ഈ ഒരു കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളോട് സംസാരിച്ചിട്ടെന്ന് പറയാൻ കാരണം എന്താണ്? അയാളോട് കാന്തപുരം സംസാരിച്ചിട്ടില്ല, ഈ ഹബീബ് സൂഫി ഗുരുവും സംസാരിച്ചിട്ടില്ല. കാരണം ആ കുടുംബത്തിൽ തലാലിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിമിഷാപ്രിയക്ക് മാപ്പ് കൊടുക്കരുത് എന്ന് പറയുന്ന ഒരാളാണ് ഈ തലാലിന്റെ ബദറായ ഈ ഒരു മനുഷ്യൻ. അപ്പൊ ആ മനുഷ്യനോട് കാന്തപുരം സംസാരിച്ചിട്ടില്ല. അപ്പൊ അയാൾ പറയുന്നത് ശരിയാണ്. പക്ഷേ കുടുംബത്തിലെ മറ്റു പലരോടും സംസാരിച്ചൊരു സമവായം ഉണ്ടായതിനു ശേഷമാണ് ഈ വധശിക്ഷ നീട്ടിവെക്കുന്നതുണ്ടായത്. അതുകൊണ്ടാണല്ലോ കാന്തപുരം ഉസ്താദിന് അവിടുത്തെ ഭരണാധികാരികളുടെ ഒഫീഷ്യൽ ലെറ്റർ കിട്ടിയത്. അത് ചുമ്മാ എവിടെന്നെങ്കിലും മർക്കസ് ഓഫീസിൽ നിന്ന് ഉണ്ടാക്കിയതല്ലോ. ഇങ്ങനെ ഒരു കാന്തപുരം വിരോധം കൊണ്ട് ഒരു നിമിഷാപ്രിയയുടെ ഒരു കിട്ടാവുന്ന ഒരു ഇളവ് ഇല്ലാതാക്കിയിട്ട് ഇവർക്ക് എന്ത് നേട്ടമുള്ളത്? കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജവാദ് മുസ്തഫ എന്ന് പറയുന്ന ഒരാള്, കാന്തപുരം ഉസ്താദിന്റെ ഇടപെടൽ ഇല്ലാതിരിക്കാൻ വേണ്ടി എത്ര കാശ് വേണമെങ്കിലും തരാം, പക്ഷെ ഇതിനു വേണ്ടി കാന്തപുരം ഇടപെട്ടു എന്ന് പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് കേട്ടോക്ക്. മലയാളി സമൂഹത്തിലെ രണ്ട് മാനസികാവസ്ഥകളെ കാന്തപുരം ഉസ്താദ് രണ്ടായി വേർതിരിച്ച് നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നൊരു ചോദ്യം കൂടി കാന്തപുരം, അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരാൾ, കേരളത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാള്, യമനിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഒരാളോട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വാഗ്ദാനം ചെയ്യുന്ന തുകയേക്കാൾ ഉയർന്ന ദിയാദനം ഞങ്ങൾ നൽകാം, കാന്തപുരത്തിന്റെ പേര് ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി തരുമോ എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് ആരാണ് എന്ന് ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയുന്നതായി. ഇപ്പൊ എത്രത്തോളം കാന്തപുരം വിരോധം വ്യാപകമാണ് നമുക്ക് മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് മുന്നിൽ നടക്കുന്നത്. എന്നിട്ടാണ് കേന്ദ്രം പറയുന്ന ഈ പൊള്ളത്തരങ്ങൾ, കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്ന അവകാശവാദങ്ങൾ കാന്തപുരത്തിന്റെ മെക്കെട്ടുകാരൻ ആളുകൾ ഉപയോഗിക്കുന്നത്. ഒരു കൂട്ടം ആളുകൾ കാന്തപുരത്തിനെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വിമർശിക്കുന്നവർക്കെതിരെ പരാതി കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഐക്യമല്ല. ഇതാണ് യമൻകാർ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം യമനിൽ ഇവിടുന്ന് മലയാളികൾ ഉണ്ടാക്കണ പൊല്ലാപ്പുകൾ വിശ്വസിച്ചിട്ട് യമനിൽ നിമിഷാപ്രിയക്കെതിരെ സംസാരിച്ച ആളുകൾ ഇന്ന് രാവിലെ മാപ്പ് പറഞ്ഞിട്ട് അറബിയിൽ ഇട്ടുകണം.
ഈ കേരളത്തിലെ മുബാറക് റാവുത്തർ എന്ന് പറയുന്ന ഒരാളുടെ വാക്ക് കേട്ടിട്ടാണ് ഞങ്ങൾ ഇന്ത്യക്കാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞത്, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളോടൊക്കെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്നാണ് യമൻ മാധ്യമ പ്രവർത്തനം പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുത്തിത്തിരിപ്പ് നല്ല നടക്കുന്നുണ്ട്. ഈ കുത്തിത്തിരിപ്പ് നടത്തുന്നവരുടെ ഉദ്ദേശം എന്താണ്? കാന്തപുരം ഉസ്താദ് ചിത്രത്തിൽ വരരുത്, നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ ഒഴിവാക്കിക്കോളൂ, കാന്തപുരം ഉസ്താദ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞോളൂ. ആ നിമിഷാപ്രിയക്ക് ഒരു ഇളവുകൾ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. നിമിഷാപ്രിയ ഒരു പാവാണെന്നോ കുറ്റം ചെയ്തിട്ടില്ല എന്നോ ഇതൊന്നുമല്ല നമ്മൾ പറഞ്ഞത്. അവർ ക്രൂരമായ കൊലപാതകം ചെയ്തിട്ടുണ്ട്, അവർക്ക് തന്നെ ശിക്ഷയും കിട്ടും. വധശിക്ഷയിൽ നിന്ന് ഒഴിവാവണം. അതാണ് ഈ ലോകത്ത് വധശിക്ഷ ഉണ്ടാക്കിയ രാജ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടത്തുകയും 21-ാം നൂറ്റാണ്ടിലാണ് വധശിക്ഷ ഒരു പ്രാകൃത ശിക്ഷയാണെന്ന് ലോകത്തിന് മനസ്സിലാവുന്നത്. 6ാം നൂറ്റാണ്ടിൽ ഇസ്ലാം കൊടുക്കുന്നൊരു നിയമത്തിൽ വധശിക്ഷ ഉണ്ട്. പക്ഷെ അതോടൊപ്പം ഇസ്ലാം അന്ന് മനസ്സിലാക്കി ആ കൊല്ലപ്പെട്ട ഒരാളുടെ കുടുംബം മാപ്പ് കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളത്. അപ്പോൾ ലോകം 21-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ ഒരു ഏറ്റവും നൂതനമായ ഒരു ചിന്ത 6ാം നൂറ്റാണ്ടിൽ ഇസ്ലാം തന്നെ മുന്നോട്ട് വെച്ചൊരു ചിന്തയാണ്. അതാണ് ഏറ്റവും കൗതുകകരം. അതായത് ഒരാളെ വധശിക്ഷ റദ്ദാക്കാൻ സർക്കാരിനല്ല തീരുമാനമുള്ളത്. സർക്കാരിന് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വധശിക്ഷ റദ്ദാക്കലല്ല ഇവിടെ സംഭവിക്കുന്നത്. മറിച്ച് എന്താണ്? ആ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായി. അത് സ്വാഭാവികമായ മാപ്പ് കൊടുക്കലാണ്. പണം വാങ്ങിയിട്ടാവാം, പണം വാങ്ങാതെയാവാം. അതിനാരും ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അപ്പൊ അങ്ങനെ മാപ്പ് കൊടുത്താൽ വധശിക്ഷ ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ കുറ്റവാളിയെ വെറുതെ വിടാന്നല്ല, ബാക്കിയുള്ള ശിക്ഷ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അബ്ദുറഹീം ഇപ്പോഴും റഹീമിന്റെ മോചനം സാധ്യമാവാത്ത. കുടുംബം മാപ്പ് കൊടുത്ത് വധശിക്ഷ ഒഴിവായി, പക്ഷെ രാജ്യം അനുശാസിക്കുന്ന ശിക്ഷയുണ്ടായിരിക്കും. അപ്പോൾ ഇതൊരു ഇസ്ലാമിന്റെ ഏറ്റവും മൂല്യമേറിയ ഒരു നിയമമാണ്. ആ ഇളവാണ് കാന്തപുരം ഉസ്താദ് ഇവിടെ ഉപയോഗപ്പെടുത്തിയത്. എന്തായാലും കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അതൊരിക്കലും സത്യമാവില്ല. ഇപ്പോൾ അത് ഏറ്റവും പുതുതായിട്ട് കേൾക്കുന്നൊരു വാർത്ത, ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരനുമായിട്ട് സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ബിൻ ഉമർ ഹഫീദിൻ്റെ മകനാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നത്. സൂഫി പണ്ഡിതൻ തന്നെയാണ് മകൻ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ഇതിനായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. അതാരൊക്കെ നിശ്ചയിച്ചാലും ഇൻഷാ അല്ലാഹ് അത് ഹക്കായ രൂപത്തിൽ ഖൈറായ രൂപത്തിൽ അവസാനിക്കുകയും ചെയ്യും. ചർച്ചയിൽ നേരിയൊരു പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നൊരു വിവരം. തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി കഴിഞ്ഞ ദിവസം ഒട്ടും സഹകരിക്കാത്തൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാവുന്നുണ്ട്. ഇപ്പം നഷ്ടപരിഹാരം അടിസ്ഥാനമാക്കിയിട്ടല്ല മാപ്പ് നൽകുന്നത്. ഞങ്ങളുടെ ഈ നിമിഷം ഇങ്ങനെ വളരെ വലിയ ഒരു ഇരയായി ചിത്രീകരിക്കുന്ന രീതി ഇന്ത്യക്കാർ അവസാനിപ്പിക്കണം. മറിച്ച് ഞങ്ങൾക്ക് ദിയാധനം എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് ഞങ്ങളുടെ വിഷമം ഇന്ത്യക്കാർ മനസ്സിലാക്കുക. സ്വന്തം മകൻ കൊല്ലപ്പെട്ടിട്ട് അവർക്ക് മാപ്പ് കൊടുത്ത ആളാണ് ഈ ഒരു തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ്. അപ്പോൾ അവർക്കൊരിക്കലും ദിയാപണമല്ല അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിൽ അയാളടക്കം ഇപ്പോൾ ചർച്ചയ്ക്ക് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ തന്നെയാണ് ആ കുടുംബത്തിന് ഈ രീതിയിൽ അനുകൂലിപ്പിക്കുന്നിടത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒക്കെ അനുനയിപ്പിച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് സൂഫി പണ്ഡിതൻ നേരിട്ട് ചർച്ചയ്ക്ക് പോവുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കുടുംബം അനുനയത്തിന് വന്ന് എല്ലാവരും വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഹബീബ് ഉമർ ഹഫീദ് എന്ന പേരുള്ള സൂഫി പണ്ഡിതൻ ചർച്ചയ്ക്ക് പോവുക. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ദിയാധനം നൽകാമെന്ന വാഗ്ദാനവുമായി ചിലരൊക്കെ കുടുംബത്തെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തു നിന്നുള്ള ഇത്തരം ഇടപെടലുകളൊന്നും ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നാണ് മർക്കസ് അധികൃതരോട് മധ്യസ്ഥർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാനിന്ന് ചോദിക്കുന്ന ചോദ്യത്തിലുള്ളൂ, ഈ ഒരു നിമിഷാപ്രയുടെ വിഷയത്തിൽ കാന്തപുരം ഇടപെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇനി നിങ്ങളുടെ വിശ്വാസം എന്താണെന്നുള്ളത് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യൂ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.